ഹലോ, ഇന്ന് നമ്മുടെ ഗ്രോത്തിൻ്റെ 11ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, കണ്ണാടിയിൽ നോക്കിയിട്ട് ഒരു പോസിറ്റീവ് കോട്ട് പറയുക. ആ പോസിറ്റീവ് കോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡയറിയിൽ എഴുതി വയ്ക്കുക, ജേർണലിങ്ങിൽ എഴുതുക. അതൊരു 21 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഒരു പോസിറ്റീവ് കോട്ട് നിങ്ങൾ ജേർണലിങ്ങിൽ എഴുതുക. അത് ഡെയിലി രാവിലെ എടുത്തൊന്ന് വായിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നല്ല ആരോഗ്യവാനാണ്, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളുമില്ല, ഞാൻ എല്ലാ ജോലിയും അടിപൊളിയായിട്ട് ചെയ്യും. ഇതാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇതൊന്ന് വായിച്ചിട്ട് പോകുക. അതല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ അടിപൊളിയാണ്, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 21 ദിവസം എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞു, ഗ്രോത്തിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ്, പേടിയും മടിയും മാറ്റുക എന്നുള്ളത്. പേടിയും മടിയും മാറ്റിയാൽ മാത്രമേ നമുക്ക് ശരിക്കും ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മനസ്സിൽ പറയുക, ഇന്ന് മുതൽ ഞാൻ മാറാൻ തയ്യാറാണ്, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് വലിയ കാര്യങ്ങൾ മാറുന്നത്. അപ്പം നിങ്ങൾ മാറാൻ തയ്യാറാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലാതെ മറ്റൊരാളുടെ വോയിസ് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ മാറുന്നത് കണ്ടിട്ടോ നിങ്ങൾ തീരുമാനം എടുക്കുന്നതിൽ നല്ലത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഞാൻ മാറാൻ തയ്യാറാണ്. അത് ഏത് ഏരിയയിലാണ് നിങ്ങൾ മാറേണ്ടതെന്നും കൂടി നിങ്ങൾ നോക്കി വെക്കണം. ഇനി എന്തിനാണ് ഞാൻ പേടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ മടിക്കുന്നത്, ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക. അതിനുശേഷം ഇതിന് എന്ത് മറുപടിയാണ് കിട്ടുന്നത് അത് എഴുതി വയ്ക്കണം. നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കുക, മടി മാറ്റണം അല്ലെങ്കിൽ പേടി മാറ്റണം, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ പറയണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടിയുള്ള ഏരിയ എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിലാണ് പേടി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാനാണ് പേടി ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിനാണ് പേടി. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെക്കുക. ഇനി അതിനെന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേടി മാറാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓപ്പൺ ടോക്സ്, അല്ലേ? മനസ്സ് തുറന്ന് നമ്മൾ ആരോടാണ് നമ്മൾ സംസാരിക്കാൻ പേടിക്കുന്നത്, അപ്പോൾ അത് നമ്മൾ മനസ്സ് തുറന്ന് നമ്മൾ സാവധാനത്തിൽ സമാധാനത്തിൽ സംസാരിക്കുക അയാളോട്, അല്ലേ? അപ്പം എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പേടിയുള്ളത് അത് എഴുതി വയ്ക്കുക. ആ പേടി മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെറുതായ രീതിയിൽ ചെയ്യുക. ഇനി മടിയുള്ള കാര്യം, മടി മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ്സ് റൂളാണ്. അതായത് 2 മിനിറ്റ് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മൾക്ക് മടിയുള്ളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പുറകോട്ട് വലിക്കും, അല്ലേ? അത് ചെയ്യണ്ട എന്നും പറഞ്ഞ് പുറകോട്ട് വലിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണ്, അതൊരു 2 മിനിറ്റ് നിങ്ങൾ ചെയ്യുക. ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പൊക്കോളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലക്കിയ തുണി മടക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഒരു 2 മിനിറ്റ് അതൊന്ന് മടക്കി നോക്കും, പിന്നെ കണ്ടിന്യൂ ആയിട്ട് മുഴുവൻ അങ്ങോട്ട് മടക്കി വെക്കും. അപ്പോൾ ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോസിനും നമ്മുടെ ഗ്രോത്തിൻ്റെ വീഡിയോ കണ്ടിന്യൂ ആയിട്ടും കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്